أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما ألفينا عليه آباءنا أولو كان آباؤهم لا يعقلون شيئا ولا يهتدون. ومثل الذين كفروا كمثل الذي ينعق بما لا يسمع إلا دعاء ونداء صم بكم عمي فهم لا يعقلون. അള്ളാഹു അവതരിപ്പിച്ച വിധികൾ പിൻപറ്റുവിൻ എന്ന് പറയുമ്പോൾ അവർ പറയുന്നു, ഇല്ല, ഞങ്ങളുടെ പൂർവപിതാക്കൾ ആചരിച്ചു കണ്ട അതേ മാർഗമേ ഞങ്ങൾ പിന്തുടരൂ. പൂർവപിതാക്കൾ ഒന്നും ഗ്രഹിക്കാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിലും ഇവർ അവരെ തന്നെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയോ? അള്ളാഹു കാണിച്ചു കൊടുത്ത മാർഗം പിന്തുടരാൻ വിസമ്മതിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ വിളിയും തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത കാലികളോട് ഇടയൻ ഒച്ചയിടുന്നത് പോലെയാകുന്നു. ഇവർ മൂകരും ബധിരരും അന്ധരുമാകുന്നു, അതുകൊണ്ട് ഒന്നും മനസ്സിലാവുകയില്ല. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ കൂടിയിരുത്തം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് നമ്മളുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ ഇതിൽ അള്ളാഹു നമ്മുടെ ഉദ്യമത്തെ നമുക്ക് ഒരു വലിയ അമലായി, സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 170-71 ആയത്തുകളാണ് അർത്ഥത്തോടു കൂടി ഞാൻ വായിച്ചത്. അതിൽ കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞത് ഒന്ന് രണ്ട് കാര്യങ്ങള്. പ്രകൃതിയിലേക്ക് നോക്കി അള്ളാഹ് തൗഹീദിനെ ഓരോ മനുഷ്യരോടും പ്രകൃതിയിലെ പ്രതിഭാസങ്ങളിലേക്ക് നോക്കിയിട്ട് തൗഹീദ്, അള്ളാഹ് ഏകനാണ് എന്ന കാര്യം, നമ്മുടെ സൃഷ്ടിച്ച അള്ളാഹു ഏകനാണ് എന്ന കാര്യം ഉറപ്പിക്കാൻ വേണ്ടി ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞിട്ട് വലിയൊരു ആയത്ത് പറഞ്ഞു. അതിനുശേഷം അള്ളാഹ് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, എന്നിട്ടും അള്ളാഹുവിനെ കൂടാതെ മറ്റ് സൃഷ്ടികളെ ദൈവമാക്കി മറ്റ് ദൈവങ്ങളെ സ്വീകരിക്കുന്ന ആളുകളുടെ അവസ്ഥ 3-4 ആയത്തില് 165-ാമത്തെ ആയത്ത് മുതൽ 169 വരെ ഇത്തരത്തിലുള്ള ആളുകൾ, അള്ളാഹുവിനെ കൂടാതെ ദൈവങ്ങളെ എടുത്ത ആളുകളുടെ അവസ്ഥ പരലോകത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തും. അതായത് ഈ ലോകത്ത് പിന്തുടരുന്ന ആചാര്യന്മാരും പിന്തുടരപ്പെട്ടവരും അനുയായികളും ഒക്കെ ആയിട്ട് അവിടുന്ന് പരലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന അവസ്ഥ. അവസാനം അവിടുന്ന് ഈ ആരാധ്യർ അനുയായികളെ കൈവിട്ടു പോകും, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഈ അനുയായികൾ പറയും, ഇനിയൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കൈയൊഴിച്ചതുപോലെ നിങ്ങളെ ഞങ്ങളും കൈയൊഴിക്കും എന്നൊക്കെ തിരിച്ചു പറയും. പക്ഷെ അത് ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു സന്ദർഭത്തിന്റെ സമയത്താണ് അവർക്കത് വളരെ ഖേദകരമായിട്ട് സ്വന്തം കർമ്മങ്ങള് ഹസറാത്തായിട്ട്, അതായത് ഖേദങ്ങളായിട്ട് അവർക്ക് മാറുന്ന ഒരു സന്ദർഭമാണ് അത്. ഈ ആചാര്യന്മാരെ അന്ധമായി പിൻപറ്റിയ കാര്യം അവർക്ക് ആ പരലോകത്തെത്തുമ്പോഴാണ് ശരിക്കത് ബോധ്യപ്പെടുക, ഈ ആചാര്യന്മാർ ഇവരെ കൈയൊഴിയുമ്പോൾ. എന്നിട്ട് പറയുന്ന സത്യവിശ്വാസികളെ, ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹിതകരവും ശുദ്ധവുമായ തൊയ്യിബാത്തായ ഭക്ഷഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. പക്ഷെ നിങ്ങൾ ഒരിക്കലും വലാ തത്തബിയു ഖുതുവാത്തി ശൈത്താൻ, ഷെയ്ത്താന്റെ കാൽപ്പാടുകളെ പിന്തുടരരുത്. അത് ആ ഒരു ഷെയ്ത്താൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു എന്ന് പറഞ്ഞാൽ, ആ ശത്രു എന്ന് പറയുന്നത് നിങ്ങളെ തിന്മയിലേക്കും മ്ലേച്ഛതകളിലേക്കും മാത്രമാകുന്നു നിങ്ങൾ പ്രചോദിപ്പിക്കും. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ ആരോപിക്കുവാനും ഈ ഒരു പിശാച് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് 169 വരെ നമ്മൾ നിർത്തിയത്. അപ്പൊ ഇവിടെ ഇപ്പോഴും പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ തൗഹീദ് ഉറപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങള്
ഈ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും സ്വന്തം ചിന്തയും അറിവും ഒന്നും ഉപയോഗിക്കാത്ത ജനങ്ങളെ ഇതാക്കിയിട്ട് തന്നെയാണ് വീണ്ടും ഇന്നത്തെ രണ്ടായത്തുകളും പറയുന്നത്. വൈദാ ഖീല, അതായത് ആദ്യത്തെ ആയത്ത് പറയുന്നു വൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹു ഖാലു ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅന അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. അതായത് അള്ളാഹു അവതരിപ്പിച്ച വിധികൾ പിൻപറ്റുവിൻ എന്ന് പറയുമ്പോൾ അവർ പറയുന്നു, അതായത് ഈ ആളുകൾ മറ്റുള്ളവരെ അന്ധമായി പിന്തുടരുന്ന കുറച്ച് ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഇല്ല, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആചരിച്ചു കണ്ട അതേ മാർഗമേ ഞങ്ങൾ പിന്തുടരൂ. പൂർവ്വപിതാക്കൾ ഒന്നും ഗ്രഹിക്കാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിലും ഇവർ അവരെ തന്നെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ ഒരു ആയത്തിന്റെ വാക്കർത്ഥം നോക്കാം. വഇദാ ഖീല, വ ആൻഡ് ഇദാ വെൻ, ഇദാ വെൻ ഖീല പറയപ്പെടുക. പറയപ്പെടുക എന്നുള്ള വാക്ക് എങ്ങനെ വരുന്നു? ഖാല പറഞ്ഞു. അതിന്റെ പാസീവ് ഫോമാണ് ഖീല പറയപ്പെട്ടു എന്നുള്ളത്. ഖാല പറഞ്ഞു, യഖൂലു അതിന് മുദാരി പറയുന്നു, ഖീല പറയപ്പെട്ടു എന്നുള്ള ഫോമാണ്. വൈദാ ഖീല പറയപ്പെട്ടാൽ, ലഹും അവരോട്, എന്തവരോട് പറയപ്പെട്ടാൽ, ഇത്തബിഉ മാ അൻസലല്ലാഹ് അള്ളാഹ് ഇറക്കിയതിനെ നിങ്ങൾ പിൻപറ്റൂ. ഇത്തബിഉ നിങ്ങൾ പിൻപറ്റൂ. അമ്രുഫിലാണ്, അതായത് കൽപ്പന ക്രിയാണ് കേട്ടോ. ഇത്തബിഅ എന്ന് പറഞ്ഞാൽ ഒരാളോട് പറയുന്നതിനാണ് പിൻപറ്റു. പ്രവാചകനോട് ഒരുപാട് അല്ലെ ഇത്തബിഅ എന്ന് പറയുന്നുണ്ട്. പ്രവാചകനോട് അള്ളാഹ് ഇങ്ങനെ ഖുർആനിലൂടെ ഇത്തബിഅ നീ പിൻപറ്റു, അത്തബിഅ മാ യൂഹാ ഇലൈക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത്തബിഅ എന്ന് പറയുമ്പോൾ ഒരാളോട് പിൻപറ്റുന്നതിനാ പറയുന്നത്. ഒരു കൂട്ടരോട്, ജനങ്ങളോട്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോട് പറയുമ്പോൾ ഇത്തബിഉ നിങ്ങൾ പിൻപറ്റുക. മാ എന്താണോ, അൻസല ഇറക്കി, അള്ളാഹു അതായത് അള്ളാഹു എന്താണോ ഇറക്കിയത് നിങ്ങൾ അതിനെ പിൻപറ്റുക. അപ്പൊ ഖാലു അവർ പറയും, അവരെന്താ പറയാ, ബൽ എന്നാൽ, നത്തബിഉ ഞങ്ങൾ പിൻപറ്റും. ഇത്തബ യത്തബിഉ എന്ന വാക്കിന്റെ ഡിഫറെന്റ് ഫോം ആണ് ഇത് ട്ടോ. നത്തബിഉ എന്നുള്ളത് മുദാരി ഫോമാണ്. നാൻ കൊണ്ട് തുടങ്ങുമ്പോൾ ഞങ്ങൾ എന്നാകുന്നു. നത്തബിഉ ഞങ്ങൾ പിൻപറ്റും. എന്താ ഞങ്ങൾ പിൻപറ്റുക? മാ എന്താണോ, അൽഫൈന അലൈഹി ആബാഅന. ആബാ എന്ന് പറഞ്ഞാല് അബുൻ വാപ്പ അല്ലെ പിതാവ് എന്നതിന്റെ പ്ലൂരലാണ് ആബാ എന്നുള്ളത്. അപ്പൊ ആബാ പിതാക്കൾ, ആബാ എന്നാ ഞങ്ങളുടെ പിതാക്കൾ. അപ്പൊ മാ എന്താണോ, അൽഫൈന ഞങ്ങൾ കണ്ടു. അൽഫ എന്നുള്ളതിന്റെ അർത്ഥം കണ്ടു എന്നുള്ളതാണ്. അൽഫൈന ഞങ്ങൾ കണ്ടു, അലൈഹി അതിന്മേൽ അല ഓൺ ഹി അത്, അലൈഹി അതിന്മേൽ, ആബാ എന്നാ ഞങ്ങളുടെ പിതാക്കളെ. അതായത് ഞങ്ങളുടെ പിതാക്കൾ എന്തിന്മേലാണോ നമ്മൾ കണ്ടത് ആ ഒരു ആദർശം തന്നെയാണ് ഞങ്ങൾ പിൻപറ്റും, ഞങ്ങൾ അതാണ് പിൻപറ്റുക എന്നാണ് അവര് പറയാ, തിരിച്ചു പറയാ. എന്നിട്ട് ഇവിടെ ഈ ആയത്ത് അവസാനിക്കുക എന്താണ്? അവലൗ കാന ആബാഉഹും ലാ യഖ്ലൂന ശൈഅൻ വലാ യഹ്തദൂൻ. അതായത് ഇവരുടെ പിതാക്കൾ വെറും ചിന്തിക്കാത്തവരും നേർവഴി പ്രാപിക്കാത്തവരാണെങ്കിലും അവരെന്താണ് പറയുന്നത്? ഞങ്ങളെ പിതാവിനെയാണ് പിൻപറ്റുക എന്നാണ് അവർ മറുപടി പറയുക. അതായത് അവരെ പിതാക്കന്മാര് ശരിയായ വഴിയിലല്ല എങ്കിലും, നല്ല സത്യവിശ്വാസികളായ നല്ല ഇതാണെങ്കിൽ നമുക്ക് ഓക്കെ. പക്ഷെ ഇത് അങ്ങനെയല്ല എങ്കിലും അവർ പറയും, ഞങ്ങളെ പിതാക്കന്മാരെ ഞങ്ങൾ അനുകരിക്കും, ഞങ്ങൾ എന്താണോ പിതാവിൽ കണ്ടത് അത് ഞങ്ങൾ പിന്തുടരും എന്നാണ് ഇവര് പറയാം. അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്നുകൂടി നോക്കൂ. ബൽ കാലു അവർ പറയും, ബൽ എന്നാൽ, ബൽ എന്നതിന് പക്ഷേന്നോ എന്നാൽ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നത്തബിയു ഞങ്ങൾ പിൻപറ്റും, മാ എന്താണോ, അൽഫൈന ഞങ്ങൾ കണ്ടു, അലൈഹി ഓൺ അതിന്മേൽ അതിന്റെ കാര്യത്തിൽ, ആ വിഷയത്തിൽ, ആബാഅന ഞങ്ങളുടെ പിതാക്കൾ ചെയ്തത്. അവലൗ എന്ന് പറയുമ്പോ അവലൗ കാന ആയിരുന്നെങ്കിലും, അവലൗ എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നാണ്. ലൗ എങ്കിൽ, അവലൗ ആയിരുന്നെങ്കിലും എന്നുള്ള അർത്ഥം അങ്ങനെ പഠിച്ചാൽ മതി. കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു. അപ്പൊ അവലൗ കാന ആയിരുന്നെങ്കിലും, ആബാഉഹും അവരുടെ പിതാക്കൾ. ഞാൻ പറഞ്ഞല്ലോ അബിന്റെ പ്ലൂറലാണ് ആബാ പിതാക്കൾ. അപ്പൊ ആബാഉഹും അവരുടെ പിതാക്കൾ. ഇവിടെ വേറെ വാക്ക് വന്നത് ആബാഅന ഞങ്ങളുടെ പിതാക്കൾ. ആബാഉഹും അവരുടെ പിതാക്കൾ. അപ്പൊ അതായത് അവര് പറയുന്ന വാക്കാണിത്. മുന്നേ പറഞ്ഞ ആബാന കേട്ടോ, ഞങ്ങളെ പിതാക്കളെ പിന്തുടരുന്നു. അപ്പൊ ഇവിടെ പറയുന്ന അവരുടെ പിതാക്കൾ, ആബാഉഹും അവരുടെ പിതാക്കൾ, ലാ യഖിലൂന എന്നുള്ള അഖൽ അല്ലെ, ബുദ്ധി, ചിന്ത, അഖൽ എന്ന് പറയും ബുദ്ധിക്ക്. അപ്പോ ലാ യഖിലൂന അവർ ചിന്തിക്കുന്നില്ല, അവര് ബുദ്ധി പ്രയോഗിക്കുന്നില്ല. ലാ യഖിലൂന യാ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അവർ എന്നുള്ള ഫോം.
യഖിലൂന അവർ ചിന്തിക്കുന്നു, ലാ യഖിലൂന അവർ ചിന്തിക്കുന്നില്ല, ഷൈഅൻ ഒന്നും, വ ആൻഡ് ലാ യഹ്തദൂൻ അവരെന്തും അല്ല, യഹ്തദ പ്രാപിച്ചവരല്ല, അതായത് ഹിദായത്ത് കിട്ടിയവരുമല്ല, നേർവഴി പ്രാപിച്ചവരുമല്ല. യഹ്തദൂന അവർ നേർവഴി പ്രാപിച്ചു എന്നാണ് യഹ്തദൂന എന്ന മാത്രം വാക്കിന്റെ അർത്ഥം. ലാ യഹ്തദൂന അവര് നേർവഴി പ്രാപിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് ഒന്നും ചിന്തിക്കാതെയും നേർവഴി പ്രാപിക്കാത്തതുമായ അവരുടെ പിതാക്കൾ അങ്ങനെ ആയിരുന്നെങ്കിലും അവർ പറയുന്ന വാക്കെന്താണ്? ഞങ്ങൾ ഞങ്ങളുടെ മാൽഫൈന എന്താണോ ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ പിതാവിന്റെ മേൽ അതാണ് ഞങ്ങൾ പിന്തുടരുക. അവരെപ്പോഴാണ് ഈ മറുപടി പറയുന്നത്? ഇത്തവിയോമ അഞ്ചലല്ല, അള്ളാഹ് ഇറക്കിയ അതിനെ എന്താണോ അത് നിങ്ങൾ പിൻപറ്റൂ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന വാക്കാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ. അതായത് ആ നിബന്ധനകൾ ന്യായീകരിക്കാൻ അവരുടെ പക്കലുള്ള ഒരേ ഒരു തെളിവ് ഞങ്ങളുടെ പൂർവികരും കാരണമാണ്. അതിന്റെ വിശദീകരണം ഈ ആയത്ത് കൂടി കഴിഞ്ഞിട്ട് പറയാട്ടോ. വമസലുല്ലദീന കഫറു വമസലുല്ലദീന കഫറു കമസലില്ലദീ യൻഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ സുമ്മുൻ ബുക്കുമുൻ ഉമ്യുൻ ഫഹും ലാ യഖിലൂൻ. അള്ളാഹു കാണിച്ചു കൊടുത്ത മാർഗം പിന്തുടരാൻ വിസമ്മതിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ വിളിയും തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത കാലികളോട് ഇടയൻ ഒച്ചയിടുന്നത് പോലെയാകുന്നു. ഇവർ മൂകരും ബധിരരും അന്ധരുമാകുന്നു, അതുകൊണ്ട് ഒന്നും മനസ്സിലാവുകയില്ല. ഇവരെ അള്ളാഹ് ഉപമിച്ചത് നോക്കൂ, ഇത്തരത്തിലുള്ള ആളുകളെ, അതായത് ഇവരെ ചെവിയിൽക്കൊന്നും കിടക്കൂല പറഞ്ഞു കഴിഞ്ഞാല്. ഇവര് അള്ളാഹ് ഇറക്കിയത് വിശ്വസിക്കാൻ പറഞ്ഞാൽ അവരെന്താ പറയാ, ഞങ്ങളൊന്നും അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പിതാക്കന്മാരെന്താണോ ചെയ്തത് അത് ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ അള്ളാഹ് പറയാണ് ഈ ഉദാഹരണം, മസല് ഉദാഹരണം, ഉപമ, വാ ആൻഡ് വാക്കർത്ഥം നോക്കും, മസല് ഉപമ ഉദാഹരണം, അല്ലദീന കഫറു അവിശ്വാസികൾ, അല്ലദീന കഫറു എന്ന് പറഞ്ഞാൽ നിഷേധികൾ, അവിശ്വാസികൾ, അല്ലെങ്കിൽ കാഫിരി എന്ന് പറഞ്ഞാലും അവിശ്വാസികളാണ്, കുഫാർ എന്ന് പറഞ്ഞാലും ഖുറാനിൽ ഉപയോഗിച്ച അവിശ്വാസികൾക്ക് ഉപയോഗിച്ച വാക്കാണ്. അപ്പൊ അല്ലദീന കഫറു, കഫറു എന്നുള്ള മാത്രം വാക്കിന്റെ അർത്ഥം അവർ നിഷേധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അല്ലദീന കഫറു അങ്ങനെ നിഷേധിച്ചവർ, ക മസലി പോലെയാണ്, ക പോലെയാണ്, മസല് ഏതുപോലെ, ക മസലി ഏതുപോലെയാണ്, അല്ലദീ എങ്ങനെയുള്ളവനെ പോലെയാണ് ഈ ഇത്തരത്തിലുള്ള നിഷേധികൾ. അല്ലദീ എങ്ങനെയുള്ളവൻ, യൻഇഖു ഒച്ചയിടുന്നു, അൻയഖു എന്ന് പറഞ്ഞാൽ അവൻ ഒച്ചയിടുന്നു എന്നാണ്. ഒച്ചയിടുക എന്ത്? ബി മാ ലാ യസ്മഉ ഇല്ല, ഒച്ചയിടുന്ന ബിമാ ലാ യസ്മഉ കേൾക്കാത്തവയോട്, മാ ലാ യസ്മഉ കേൾക്കുകയില്ല. അപ്പൊ ഈ കേൾക്കാത്തവയോട് ഒച്ചയിടുന്ന പോലെയാണ്. ഇല്ല അല്ലാതെ, ദുആൻ ഒരു വിളി, നിദാൻ ഒരു തെളി, ദുആഉം നിദാവും, ദുആ എന്ന് പറഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യുന്ന ദുആ ആണ്. ഇത് നിദാ എന്ന് പറഞ്ഞ വിളി, ഒരാള് മറ്റൊരാളെ നമ്മളിങ്ങനെ വിളിക്കുന്നതിനാണ് നിദാ എന്നല്ല. അത് ദുആ എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹിനൊക്കെ ദുആ ചെയ്യുന്ന ആ ദുആ. ഇത് നിദാ എന്നുള്ള ഒരാൾ ഒരു മനുഷ്യൻ മറ്റൊരാൾ ഇങ്ങനെ വിളിക്കുന്നതിനാണ് നിദാ എന്ന്. അപ്പൊ രണ്ടും അത്തരം ഒരു വിളിയും തെളിയും എന്നുള്ള രൂപത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പശുക്കളെയൊക്കെ ഒരുപാട് ആട്ടിൻ കൂട്ടങ്ങളെ ഇങ്ങനെ തെളിച്ചിട്ട് കൊണ്ടുപോകാന്നല്ലേ പറയാ നമ്മള്. അപ്പൊ അതിങ്ങനെ ഒച്ച ഉണ്ടാക്കുമല്ലോ ആട്ടിടയൻ ഓരോട്. അല്ലാതെ ആടുകളോട് സംസാരിക്കാൻ കഴിയില്ലല്ലോ. കാരണം എന്താണ്? അവർക്ക് മനസ്സിലാവില്ല, ഭാഷ അറിയില്ല. അപ്പൊ വെറുതെ ഇങ്ങനെ തെളിച്ചും ഒച്ച ഉണ്ടാക്കി ആ ഒച്ച ഇങ്ങനെ ഏത് സൈഡിൽ നിന്നാണോ വരുന്നത് അവിടുന്ന് അനുസരിച്ച് ആട് ഇങ്ങോട്ട് പോവാണ് ചെയ്യുക. അല്ലാതെ ഈ പറയുന്നത് എന്താന്ന് ആടിന് അറിയില്ല. അപ്പൊ അപ്പൊ അതുപോലെയാണ് കാഫിര്യങ്ങൾ. അവരിങ്ങനെ വിളിയും തെളിയും അല്ലാത്ത കേൾക്കാത്ത ഒരു സാധനത്തിനോട് ഒച്ചയിടുന്നത് പോലെയാണ് ഈ കാഫിര്യങ്ങളുടെ ഉപമ. അവരോട് എന്ത് പറഞ്ഞാലും എന്താണ് ഈ പറയുന്നത് അവർ ചിന്തിക്കൂല, എന്താണ് നമ്മൾ ഈ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല, അവർ അത് കേൾക്കുകയില്ല. അതായത് കമസലില്ലതി യന്യഖു, ഇവിടെ പുതിയ വാക്കുണ്ട് യന്യഖു എന്നുള്ള ഒച്ചയിടുന്നത്, വളരെ റെയർ ആയിട്ട്, അത്ര കോമൺ അല്ല ഖുറാനിൽ. യന്യഖു ഒച്ചയിടുന്നവൻ, ബിമാലാ യസ്മാഉ കേൾക്കാത്തവനെ പോലെ, ഇല്ല അല്ലാതെ, എന്ത്? ദുആഉം വനിദാഉ ഒരു വിളിയും തെളിയും അല്ലാതെ ഒരു ഒച്ച കേൾക്കാത്തവയെ പോലെയാണ്. അപ്പൊ എന്നിട്ട് പറയാം അതാണ് സുമ്മാണ് അവര്. സുമ്മ് എന്ന് പറഞ്ഞാല് ബധിരരാണ്. അതായത് ചെവി കേൾക്കൂല. സുമ്മ് കേൾക്കാത്ത. ബുക്കുമ് എന്ന് പറഞ്ഞാല് മൂകർ, സംസാരിക്കാൻ കഴിയാത്തവർ. ഉമ്മഴ് എന്ന് പറഞ്ഞാല് അന്ധരാണ്. അതായത് അവരെ എല്ലാ ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യാത്തതാണെന്നുള്ള തരത്തിലാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? മനുഷ്യന്റെ നാവും പിന്നെ ഈ ചെവിയും ഇതൊക്കെയാണല്ലോ മനുഷ്യന് സെൻസ് തരുന്നത്. അതൊന്നും ഇവര് വെറും അടച്ച പോലെയാണ്. സുമ്മാണ്, ഒന്നും കേൾക്കാത്ത പോലെ. സുമ്മാണ് അവര്, ബുക്കുമാണ്, ഉമ്മിയാണ്. അമ എന്നുള്ള അന്ധന്മാർക്ക് പറയുന്നതാണ് അല്ലെ, ഉമ്മി അന്ധൻ. ബുക്കുമ് മൂകൻ,
സുമ്മ ബദിരൻ. അപ്പൊ ഫഹും ലാ യഖിലൂൻ, അതിനാൽ അവർ എന്ത് ലാ യഖിലൂൻ, അവർ ചിന്തിച്ചു ഗ്രഹിക്കുകയില്ല. അപ്പൊ ഈ പിന്നെ ഈ മൂകനായ മനസ്സിന്റെ ഹൃദയത്തിലേക്ക് തലയിലേക്കൊന്നും കയറാനുള്ള നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മുടെ കണ്ണും കാതും പിന്നെ ഈ ഇതൊക്കെ ഉള്ളത്, നമുക്ക് എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഉള്ളതാണല്ലേ. അത് ഒക്കെ അടഞ്ഞ പോലെയുള്ള ഒരാൾക്ക് ഒരിക്കലും ചിന്തിക്കാനും പറ്റില്ല. അതിലേക്കൊന്നും കേൾക്കാൻ സമ്മതിക്കാത്ത ഒരു വ്യക്തിക്ക് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ഒരു വിളിയും തെളിയും പോലെ അവർക്ക് ഉണ്ടാവുക. അല്ലാതെ ഈ പറയുന്നതിൽ എന്തെങ്കിലും പരിപ്പുണ്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് ഒരിക്കലും ചിന്തിച്ച് ഗ്രഹിക്കുകയില്ല എന്നാണ് അള്ളാഹു ഇത്തരക്കാരെ പറയുന്നത്. ഇതില് പിന്നെ ഈ നമ്മളൊക്കെ ഇതില് വിശദീകരണത്തിൽ പറയുന്നത് പിന്നെ പൊതുവെ നമ്മള് ഒക്കെ പലരോടും അല്ലെ, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ആചാര അന്ധവിശ്വാസങ്ങളെ ആചാരങ്ങളെയും അന്ധമായി വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ വളരെ കണിശമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്തിന്, ഇത് ശരിയാണോ തെറ്റാണോ, അതിനു വേണ്ടി എത്ര പണം ചെലവഴിച്ചാലോ സമയം ചെലവഴിച്ചാലോ എത്ര നമ്മൾ മെനക്കെട്ടാലോ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നാറില്ല. പക്ഷെ നമ്മൾ ശരിക്കും ചിന്തിച്ചത് ഇസ്ലാമിൽ ഉണ്ടോ, ഇത് പ്രവാചകൻ പറഞ്ഞതാണോ എന്ന് പണ്ട് കാലത്ത്, പിന്നെ നമുക്ക് പണ്ട് നമ്മുടെ ഉമ്മാമമാരുടെ കാലത്തൊന്നും അറിവ് നേടാൻ ഒരു വഴിയില്ല. ആരെങ്കിലും കൊണ്ടേ മദ്രസയിലോ മറ്റോ ചേർത്ത് അങ്ങനെയുള്ള ഒരു ഇത് മാത്രമാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്വന്തമായിട്ട് ഖുറാനും അർത്ഥങ്ങളും എല്ലാം വിരൽത്തുമ്പിൽ അവൈലബിൾ ആയ കാലത്ത് ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറയാൻ എന്താ അവസ്ഥയാണ്? ഇതിന്റെ ശരിയായ സത്യാവസ്ഥ ഞാൻ അന്വേഷിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിനോട് എങ്ങനെ പറയൂ അത്? അപ്പൊ അങ്ങനെ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ രണ്ടായത്ത് പറയുന്നത്. അതായത് ഇതിന്റെ മുന്നേ ഞാൻ പറഞ്ഞ ആയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു തൗഹീദിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പ്രകൃതിയിൽ കാണിച്ചിട്ടും ഈ ആചാര്യന്മാരെ മറ്റുള്ളവര് ദൈവമായി അള്ളാഹിന്റെ പങ്കാളികളായി സ്വീകരിച്ചിട്ട് അവർ പറയുന്ന പോലെ ജീവിച്ച ആളുകളെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ ഞാൻ പറഞ്ഞത്. അവരുടെ നരകത്തിൽ അവർ തമ്മിലുള്ള തർക്കങ്ങളും. അപ്പോ അവരുടെ ആ ഒരു നിബന്ധനകൾ ന്യായീകരിക്കാൻ അവരുടെ പക്കലുള്ള ഒരേ ഒരു തെളിവ് അവർ പറയണ എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ പൂർവികരും കാരണവന്മാരും അപ്രകാരം ചെയ്തിരുന്നു എന്നത് മാത്രമാണ് അവര് സ്വീകരിച്ച ഈ ആദർശത്തിന് അവർക്ക് ന്യായീകരിക്കാനുള്ളത്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാകെ പറയുന്നത് ഞങ്ങളെ ഉപ്പയും ഉമ്മയൊക്കെ എങ്ങനെ ചെയ്തതാണ് ഞങ്ങൾ കണ്ടത്, ഉപ്പാന്റെ ഉമ്മ അവര് പറഞ്ഞ പോലെ ഞങ്ങൾ ജീവിക്കുന്നത് എന്നാണ് അവർക്ക് ഉത്തരമുള്ളത്. അല്ലാതെ അതിന് വേറൊരു ഉത്തരമില്ല. ഒരു നടപടിക്രമത്തിന്റെ സാധുതയ്ക്ക് ഈ തെളിവ് മാത്രം മതിയെന്നാണ് വിഡ്ഢികൾ ധരിച്ചു വെച്ചത്. അതായത് ഒരു ജീവിതത്തിന്റെ ഒരേ ഒരു ജീവിതം നമുക്കുള്ള ഒറ്റ ജീവിതം, ആ ജീവിതത്തിൽ നമ്മൾ ഒരു ആദർശം തെരഞ്ഞെടുക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ അതേ ഒറ്റ ന്യായം അവർക്കുള്ളത്. എന്റെ ഉപ്പയും ഉമ്മയും ചെയ്തതാണ് ഈ കാര്യം, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അതാണ് ശരിക്കും ഇതിൽ ആയത്തിൽ പറയുന്നത്. അതായത് ഇനിയിപ്പോ ഇവിടെ പറയുന്നത്, ഇവിടെ ഈ അള്ളാഹ് ഇത്തരക്കാർ ഉപമിച്ചത് അന്ധരും ബധിരമായിട്ടാണല്ലോ. അപ്പൊ ഈ ഉപമക്ക് രണ്ട് വശമുണ്ട്. ഒന്ന് ഇടയന്മാരുടെ പിന്നാലെ പോവുകയും ഒന്നും മനസ്സിലാകാതെ അവരുടെ തെളിയും വിളിയും മാത്രം കേട്ട് നടക്കുകയും ചെയ്യുന്ന വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെയാണ് ഈ അവിശ്വാസികളുടെ അവസ്ഥ. രണ്ട്, വിളിക്കുന്നവന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും ഉദ്ദേശം ഗ്രഹിക്കാൻ കഴിവില്ലാത്ത മൃഗങ്ങളെ വിളിക്കുന്ന പ്രതീതിയാണ് അത്തരക്കാർ സത്യപ്രബോധനം നടത്തുമ്പോൾ ഉണ്ടാവുക. ഈ രണ്ട് ആശയം ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. ഇതില് പിന്നെ ഈ ഇത്തരക്കാരെ സത്യപ്രബോധനം ശരിയായ ദീന മാർഗത്തിലേക്ക് ഇവരെ വിളിക്കുമ്പോ ഇവരെ അള്ളാഹ് ഉപമിച്ചിരിക്കുന്നത്, വിളിക്കുന്നവന്റെ ശബ്ദം അവൻ കേൾക്കുന്നത്. ഇതൊരു ശബ്ദം എന്തോ അദ്ദേഹം പറയുന്നുണ്ട് എന്നോട് എന്നുള്ളത്. പക്ഷെ ആ പറയുന്നതിന്റെ ഉദ്ദേശം ഗ്രഹിക്കാൻ കഴിവില്ലാത്ത മൃഗങ്ങളെ പോലെയാണ് അവരുടെ പ്രതികരണം ഉണ്ടാവുക എന്നുള്ളതാണ്. സത്യപ്രബോധനം അവരെ വിളിക്കുമ്പോ എന്നുള്ളത്. ശരിക്കും നമുക്കത് സത്യപ്രബോധനം ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ കേൾക്കാൻ പോലുള്ള ക്ഷമ, നിങ്ങൾ പറയുന്ന എല്ലാം തെറ്റാണ് എന്ന് പറയുന്ന തരത്തിലുള്ള സമീപനമുള്ള ഒരു അല്ലെ, ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ആയത്തിന്റെ കുറച്ചും കൂടി വിശദീകരണം പറയുകയാണെങ്കിൽ, ഈ ഒരു പിന്നെ നിലപാട്, അതായത് സത്യപ്രബോധനത്തിന് മുന്നിൽ പണ്ടും ഏറ്റവും ഗുരുതരമായിട്ട് പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ്. ഇപ്പൊ പ്രവാചകന് ഖുറൈശികളോട് മക്കയിൽ സത്യപ്രബോധനം ചെയ്തപ്പോഴും അവര് പറഞ്ഞ വാക്കുകളും ഇത് തന്നെയായിരുന്നു അല്ലെ. സൂറത്ത് യാസീനിലൊക്കെ ഉണ്ട്. സൂറത്ത് യാസീനിലൊക്കെ ആ തുടക്കത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അവരാ പിതാക്കളാണ്. അവരാണെങ്കിൽ അല്ലെ യാസീൻ വൽ ഖുർആൻ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം
അതായത് ആ ഒരു ആബാവിനെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. അവര് ആഫിലൂങ്ങളായ, അതായത് അശ്രദ്ധരായിട്ടുള്ള ഒരു തരത്തിലാണെങ്കിലും ആ ഒരു പിതാക്കന്മാരെയാണ് അവർ പിൻപറ്റിയെന്നുള്ള തരത്തില്. അപ്പോ ഈ ഒരു പിന്നെ പാരമ്പര്യം, അതായത് നമ്മുടെ പാരമ്പര്യം, പൈതൃകം എന്നൊക്കെയാണ് അതിന്റെ പേര് അവർ പറയുന്നത്. ഒരു ജനത തലമുറകളായി തുടർന്നു വരുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സത്യവും ധർമ്മവും സംസ്കാരവും. അതിൽ നിന്നുള്ള വ്യതിചലനം സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. പാരമ്പര്യം വെടിയുക എന്നാൽ പൂർവ്വപിതാക്കളെ അനാദരിക്കലാണ്, അവരോട് കൂറില്ലായ്മയാണ്. ഇതാണ് അത്തരക്കാരുടെ വിശ്വാസം. മനസ്സിലായില്ലേ? അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യം എന്ന് പറയുന്നത് ഭയങ്കരാണ് ജീവിതത്തിൽ. പാരമ്പര്യം കീപ്പ് ചെയ്യുക, എന്റെ കുടുംബത്തിന്റെ പാരമ്പര്യമാണ് എന്നുള്ള തരത്തിലാണ്. അപ്പൊ അവര് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ആ പാരമ്പര്യം കൈവിട്ട് കഴിഞ്ഞാല് ഞങ്ങളെ മുന്നേയുള്ള പിതാക്കളെ അനാദരിക്കലാണ് എന്നുള്ള തരത്തിലാണ്, കൂറില്ലായ്മയാണ് എന്നൊക്കെ തരത്തിലാണ് അവരതിനെ ഒട്ടും വിടാത്തത്. പൂർവികരോടുള്ള ഈ സമീപനം ഒട്ടും വിചാരപരമല്ല, യുക്തിക്ക് അതിൽ സ്ഥാനമില്ല, തികച്ചും വികാരപരമാണ്. അതായത് ഇത് പറയുന്നത്, ഈ സമീപനം ഉണ്ടല്ലോ, അത് യുക്തി വെച്ചിട്ടല്ല. യുക്തിക്ക് അവിടെ ഒരു സ്ഥാനമില്ല. ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ഒരു യുക്തിപരമായ ചിന്ത പോലും അവർ ചിന്തിക്കുന്നില്ല. തികച്ചും ഇതെന്താണ്, ഒരു പിന്നെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് മാത്രമാണ്. മനസ്സിലായില്ലേ? വികാരപരം, അതായത് ഇമോഷണലി അവർ പിതാവിനുമായിട്ടുള്ള ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാരണം അവരുടെ ആദർശത്തെ അങ്ങനെ അങ്ങ് ഉള്ളിലേക്ക് എടുക്കുകയാണ്. അതുകൊണ്ട് സാധാരണക്കാരെ എന്നും അത് ആകർഷിച്ചു കൊണ്ടിരുന്നു. തലമുറകളോളം വഴിതെറ്റി സഞ്ചരിച്ച ഏതു സമൂഹത്തിനും സത്യസന്ദേശവുമായി പ്രവാചകന്മാർ ആഗതരാകുമ്പോൾ അവരുടെ നേരെ ഉന്നയിക്കപ്പെട്ടത് മുഖ്യ ചോദ്യം ഇതായിരുന്നു: അപ്പോൾ ഞങ്ങളുടെ കാരണവന്മാരൊക്കെ പിഴച്ചു പോയിരുന്നവരായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അവരൊക്കെ നരകത്തിലാണെന്നോ? അവർ തങ്ങൾക്ക് പഠിപ്പിച്ചു വന്ന ആചാരവിശ്വാസങ്ങൾ തെറ്റാണെന്നോ? അങ്ങനെ വിശ്വസിച്ച് പൂർവ്വപിതാക്കളെ തള്ളിപ്പറയുന്ന കുലദ്രോഹികളാവാൻ ഞങ്ങൾ ഒരിക്കലും സന്നദ്ധരല്ല. ഞങ്ങളുടെ പൂർവികന്മാർ മഹാന്മാരായിരുന്നു, പ്രതാപികളായിരുന്നു, പുണ്യാത്മാക്കളായിരുന്നു, ജ്ഞാനികളായിരുന്നു. അവരുടെ മഹത്വത്തിന്റെയും പ്രതാപത്തിന്റെയും പുണ്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും ആകത്തുകയാണ് അവർ ഞങ്ങൾക്ക് പകർന്നു തന്ന സംസ്കാരം. അതാണ് ഞങ്ങളുടെ സ്വത്വം. അതിൽ നിന്ന് ഞങ്ങളെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഞങ്ങളെ സംസ്കാരത്തെയും സ്വത്വത്തെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദ്രോഹികളാണ്. എത്രയോ പ്രവാചകന്മാർ ഈ ദ്രോഹത്തിന്റെ പേരിൽ ക്രൂരമായി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെ? അതായത് ഈ പ്രവാചകന്മാർ കൊണ്ടുവന്നതൊക്കെ പുതിയ എന്തോ മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരെ ഒരുപാട് ദ്രോഹിക്കപ്പെട്ട പ്രവാചകന്മാർ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പൂർവികരോടുള്ള ഈ അനുകരണ ഭ്രമത്തോടൊപ്പം അവർ ജീവിച്ച മണ്ണിനോടുള്ള ഭക്തിയും കൂട്ടിച്ചേർത്തതാണ് ആധുനിക കാലത്ത് ഭ്രാന്തമായ ദേശീയതെന്ന് വിവരിക്കപ്പെടുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഇപ്പത്തെ കാലഘട്ടത്തില് ഈ വിശ്വാസത്തിന് പുറമെ സ്വന്തം നാടിനോടുള്ള അതിയായ അറ്റാച്ച്മെന്റ്, തന്റെ പിന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു വെല്ലുവിളി, നമുക്ക് മുസ്ലിങ്ങൾക്കൊക്കെ ഉള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ ഒരു പൂർവ്വ പിതാക്കളുടെ ആദർശം അനുകരിക്കുന്നതോടൊപ്പം ജീവിച്ച മണ്ണിനോടുള്ള ഭക്തിയും കൂട്ടിച്ചേർത്തിട്ടാണ് ഇപ്പത്തെ കാലത്ത് അത് മുസ്ലിങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ പണ്ടത്തെ സത്യപ്രബോധം ആക്ഷേപിക്കപ്പെട്ടിരുന്ന പൂർവ്വപിതാക്കളെ തള്ളിപ്പറയുന്നവർ എന്നായിരുന്നു. ഇന്ന് അത് ദേശീയ വിരുദ്ധർ, രാജ്യദ്രോഹികൾ എന്നൊക്കെയാണ് മാറിയത്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എല്ലാവരും പൂർവികരുടെ മതമായ ഹിന്ദുമതമല്ലാത്ത മതങ്ങൾ അംഗീകരിക്കുന്നതും ആചരിക്കുന്നതും ദേശീയ വിരുദ്ധ പ്രവർത്തനമാണെന്ന് പ്രചരിപ്പിക്കും. അത് ബലം പ്രയോഗിച്ച് തടയുകയും ചെയ്യുന്ന സംഘടിത പ്രസ്ഥാനങ്ങൾ വരെയുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് ദേശീയതയും കൂടി കൂട്ടിച്ചേർത്തിട്ട് അവരുടെ പണ്ടേയുള്ള ആളുകളുടെ മതം അതേതാണോ അത് തന്നെ പിന്തുടരപ്പെടണം ഉള്ളത് കൊണ്ട് ആ ദേശത്തിൽ ജീവിച്ചു പോന്ന ആളുകളുടെ മതം അതായിരുന്നു കൊണ്ട് അതിൽ വിശ്വസിക്കാത്ത അത്രക്കും അതിന്റെ ആ രീതിയിലാണ് ഇപ്പത്തതിനെ ചിത്രീകരിക്കുന്നത്. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ആത്മീയം അല്ലെങ്കിൽ മതപരം എന്ന് വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ദേശഭക്തി പ്രകടമാകുന്നുള്ളൂ എന്ന് കാണാം. അതില് നമുക്ക് ഏറ്റവും വളരെ പരിഹാസ്യമായി തോന്നുന്ന കാര്യം, മതത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള കടുംപിടുത്തം കാണാറുള്ളൂ. സാമ്പത്തിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലും ഇതര ഭൗതിക വ്യവഹാരങ്ങളും പുതിയ പുതിയ ആചാരങ്ങൾ ഉൾക്കൊള്ളാനും പ്രയോഗിക്കാനും മിക്ക രാജ്യങ്ങളിലും ദേശഭക്തി പ്രതിബദ്ധമാകുന്നില്ല. അതായത് ഫാഷന്റെയും പരിഷ്കാരത്തിന്റെയും പുരോഗമനത്തിന്റെയും പേര് അത്തരം കാര്യങ്ങൾ ദേശീയ പൈതൃകങ്ങൾക്ക് നിരക്കാത്തതും അനാശാസ്യവും അപകടകരമായ വൈദേശിക ആചാരങ്ങൾ അതിവേഗം അംഗീകരിക്കുകയും അനുകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ വെസ്റ്റേൺ കൾച്ചർ കുറച്ചു കാലങ്ങളായിട്ട് പടിഞ്ഞാറിന്റെ കൾച്ചർ, സംസ്കാരം
എത്ര പെട്ടെന്നാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അതിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്കാണ് കുടുംബ വ്യവസ്ഥ അടക്കം ലിബറലിസം ഒക്കെ അങ്ങനെയാണ് ആ ഒരു അവസ്ഥയിലേക്കാണ് പോയത്. അപ്പൊ അതൊന്നും സ്വീകരിക്കുന്നതിൽ ആർക്കും ഒരു പ്രശ്നമോ ആരും അതിനെ ഭയപ്പെടുകയില്ല. അതിലേക്ക് പോകണമെന്നുള്ള തരത്തിലാണ് പലപ്പോഴും മീഡിയകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഇതില് മതത്തിന്റെ കാര്യത്തിൽ മാത്രം പണ്ടേ ആചരിച്ചു പോന്ന പൂർവ്വ പിതാക്കന്മാരെ ഇത്രയും അന്ധമായി അനുകരിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ശരിക്കും അല്ലെ. തൗഹീദും അധിഷ്ഠിതമായ സാമൂഹ്യ ക്രമവും പുറത്തു നിന്ന് വന്നതാകയാൽ ദേശീയ വിരുദ്ധമായി കാണുന്നവർ പുറത്തു നിന്ന് വന്ന നിരീശ്വരത്തിന്റെ ഇഷ്ടമായ സാമൂഹ്യ ക്രമങ്ങളെ ദേശീയ താല്പര്യങ്ങളായി സ്വാഗതം ചെയ്യുകയും പ്രയോഗവൽക്കരിക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുന്നു. ഈ നിലപാട് തന്നെ തൗഹീദിന്റെ സന്ദേശത്തിനെതിരെ ദേശഭക്തിയും പാരമ്പര്യമായി ഉയർത്തിപ്പിടിക്കുന്നവരുടെ പൈശാചിക പ്രചോദനത്തെ സൂചിപ്പിക്കുന്നു. ഇനി ഈ പൂർവ്വപിതാക്കൾ, അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൂർവ്വപിതാക്കളെ അപ്പൊ നമ്മൾ ആദരിക്കണ്ടേ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. പൂർവ്വപിതാക്കളെ ആദരിക്കുന്നതിനെയോ ദേശത്തെ സ്നേഹിക്കുന്നതിനെയോ ഇസ്ലാം എതിർക്കുന്നില്ല. നമ്മൾ അതിന്റെ ഒരു പോയിന്റ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ദീനിനെ നമ്മൾ പറയുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ മറുപടി നമുക്ക് കിട്ടുമ്പോൾ ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം ഇതാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നവരോട് പറയേണ്ടത്, പൂർവ്വപിതാക്കളെ ആദരിക്കുന്നതിനോ നമ്മളെ സ്വന്തം ദേശത്തെ സ്നേഹിക്കുന്നതിനോ ഇസ്ലാം എതിർക്കുന്നില്ല. പക്ഷെ ദേശവും ദേശീയതയും അർഹിക്കുന്ന സ്നേഹവും ആദരവും അവയ്ക്ക് നൽകേണ്ടത് ഇസ്ലാം മുസ്ലിങ്ങൾ ചുമത്തിയിട്ടുള്ള ബാധ്യത തന്നെയാണ്. തെറ്റായാലും ശരിയായാലും സത്യമായാലും മിഥ്യമായാലും എന്റെ ദേശം ശരി, മഹാൻ എന്ന തരത്തിലുള്ള ദേശീയതയെയും പിതൃപൂജയെയുമാണ് ഇസ്ലാം എതിർക്കുന്നത്. പൂർവികരോടുള്ള സ്നേഹാദരവുകളും അനുകരണവും യുക്തിയുടെയും ധാർമ്മിക സദാചാര മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. അതായത് നമ്മൾ പറഞ്ഞത്, നമ്മൾ അവരെ ആദരിക്കുകയും നമ്മൾ അവരെ അംഗീകരിക്കുകയും ഒക്കെ വേണം. പക്ഷേ എന്റെ പൂർവ്വപിതാക്കളാണ് പൂർണ്ണമായും ശരി. അത് സത്യാണെങ്കിലും തെറ്റാണെങ്കിലും ഒക്കെ തന്നെ എന്റെ പിതാവ് ശരി, എന്റെ പൂർവ്വപിതാക്കൾ, എന്റെ വല്യപ്പാനും വല്യപ്പന്മാരും എനിക്ക് പഠിപ്പിച്ചു തന്നതാണ് തന്നെയാണ് ശരി, അവർ മഹാന്മാർ എന്ന തരത്തിലുള്ള ദേശീയത, അതിനാണ് ദേശീയത എന്ന് പറയാ. അതുപോലെ തന്നെ പിതൃപൂജ, അതിന് ഒരാളെ പൂജിക്കുക എന്നാ പറയാ. അയാളുടെ അടിമയാണ്. പിന്നെ അങ്ങനെ ഒരു അടിമത്തം ഒരാളുടെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അല്ലാണ്ടതല്ലാതെ ഒരിക്കലും നമ്മൾ ഒരാളുടെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല. പൂർവികരോടുള്ള സ്നേഹാദരം അനുഗ്രഹം യുക്തിയുടെ, അങ്ങനെ ശരിക്കും നമ്മൾ പൂർവികരോടുള്ള ഇവരോടുള്ള സ്നേഹം ആദരവൊക്കെ നമ്മള് യുക്തിയുടെയും ധാർമ്മിക സദാചാര മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. ദൈവിക മാർഗദർശനങ്ങൾക്ക് വിരുദ്ധമായി അവർ ആവിഷ്കരിച്ച മൂഢമായ അനാചാരങ്ങളെ തള്ളിക്കളയുന്നതിന് അവരോടുള്ള സ്നേഹവായ്പകൾ തടസ്സമായിക്കൂടാ. ഒരു സമൂഹം ഭൗതിക രംഗത്ത് തങ്ങളുടെ ലൗകിക വ്യവഹാരങ്ങളെ പൂർവികരുടെ പ്രാകൃതമായ പഴഞ്ച നടപടികളെ അപ്പടി പിന്തുടരുകയാണെങ്കിൽ അവരുടെ ഭൗതികമായ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിച്ചാൽ മതിയല്ലോ. അതായത് ഇപ്പൊ നമ്മള് പണ്ടത്തെ നമ്മളെ ഉപ്പാപ്പ, ഇപ്പൊ എന്തുകൊണ്ട് ഈ മതത്തിന്റെ കാര്യത്തിൽ ഇത്ര അധികം കണിശമായ ആളുകൾ അതിൽ സ്റ്റിക്ക് ചെയ്യുന്നു? എന്തുകൊണ്ട് നമ്മുടെ ഉപ്പാപ്പമാര് ജീവിച്ച പോലെ നമ്മൾ ജീവിക്കുന്നില്ല? മറ്റു കാര്യങ്ങളില് നമ്മളെ ഉപ്പാപ്പമാര് എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, അവർ ചെലവഴിക്കുന്ന കാര്യങ്ങളിലായിക്കോട്ടെ. ഇപ്പൊ ഒരു നമുക്കറിയാം, ഈ പണ്ടത്തെ നമ്മളെ ഉമ്മാമ്മമാരൊക്കെ ഒരു അരിമണി നമ്മൾ വീണു പോയാൽ അത് എടുക്കൂലേ, അത് പെറുക്കിയെടുക്കുന്നത് കാണാം. അത്രക്കും അവര് ഒരു സാധനം വേസ്റ്റ് ആക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള നല്ല മൂല്യങ്ങൾ എടുക്കാതെ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ മോഡേൺ ആയിട്ട് പുതിയ അതായാലും പുതിയ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ആറാടി അത്തരത്തിലുള്ളതിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. പക്ഷെ ഈ ആദർശത്തിന്റെ ആചാരങ്ങളുടെയും കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത തരത്തിലാണ് ഈ പൂർവ്വപിതാക്കളെ ആളുകൾ പിന്തുടരുന്നത്. അപ്പൊ ഇതില് ഈ ദൈവിക മാർഗദർശനങ്ങളെ നിഷേധിച്ചുകൊണ്ട് അസത്യജടിലമായ പൈതൃകങ്ങളിലും പാരമ്പര്യങ്ങളിലും മൂടുറച്ചു പോയാൽ ബുദ്ധിയോ വിവേചനശക്തി, ഇവിടെ പറഞ്ഞ അള്ളാഹ് ഇവരെ പ്രയോഗിച്ച രണ്ടാമത്തെ ആയത്തിന്റെ വിശദീകരണം, അവര് അന്ധരാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിലവര് സ്വന്തം പാരമ്പര്യത്തിലും ദേശീയതയിലും മൂടുറച്ചു പോയ ആളുകളെ കുറിച്ച് പറഞ്ഞത്, ബുദ്ധിയോ വിവേചന ശക്തിയോ ഒട്ടും ഉപയോഗിക്കാത്ത നാൽക്കാലികളെ പോലെയാണ് അവർ. അതായത് നാൽക്കാലികൾ ഉപമിക്കാൻ കാരണം ഇടയന്റെ ഒച്ച കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു ശീലം എന്നോളം ഇടയന്റെ വെടയനക്കം കേൾക്കുമ്പോൾ അവ നടകൊള്ളുന്നു. ഇടയന്റെ വിളിയുടെയും തെളിയുടെയും അർത്ഥമെന്തെന്നോ എങ്ങോട്ടാണ് തങ്ങൾ നീങ്ങുന്നതെന്നോ നയിക്കപ്പെടുന്നതെന്നോ അവ അറിയുന്നില്ല. അത് ശരിക്കും നമ്മള് പൂർവ്വപിതാക്കന്മാർ അന്ധമായി ആചരിക്കുന്ന ആളുകൾ ഇതിന് കമ്പയർ ചെയ്തൊക്കെ അവരെങ്ങട്ടാ പോണതെന്നോ എന്താ ചെയ്യുന്നതെന്നോ ഞങ്ങൾ നയിക്കപ്പെടുന്ന ഇത് ഏത് അവസ്ഥയിലേക്കാണോ എന്ന് അവർ ചിന്തിക്കുന്നേ ഇല്ല. ശരിക്കും ഈ ആടുകളെ പോലെ, കാലികളെ പോലെയാണ്.
അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലികൾ അന്ധരും ബധിരരും മൂകരുമാകുന്നു. അതുപോലെ പിതാക്കൾ ഈ പാരമ്പര്യങ്ങൾ സൃഷ്ടിച്ചത് എന്തിനാണെന്നോ അത് പിന്തുടരുക വഴി തങ്ങൾ എവിടെ എത്തിച്ചേരാൻ പോകുന്നതെന്നോ ഈ നിഷേധികളും അറിയുന്നില്ല. പൂർവികാചാരങ്ങളെ കണ്ണടച്ച് അനുകരിക്കുക മാത്രമാണ് ഇവർ. ഇടയന്മാരാൽ തെളിക്കപ്പെടുന്ന കാലികളെ പോലെ അവരും യാതൊന്നും ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. പുല്ലും വെള്ളവുമുള്ള മേച്ചിൽ പുറത്തേക്ക് എന്ന പോലെ തന്നെ അറവുശാലകളിലേക്കും ഉത്സാഹത്തോടെ തുള്ളിച്ചാടി നടക്കുന്ന ആട്ടിൻപറ്റത്തെ പോലെയാണ് അവർ. ശരിക്കും ഈ ആട്ടിൻപറ്റത്തിനും അല്ലെങ്കിൽ ഈ നമ്മളിപ്പോ ചന്തയിലേക്കൊക്കെ അറുക്കാൻ വേണ്ടിയിട്ട് കാലികൾ ഒരുപാട് കൊണ്ടുവന്നിട്ട് അല്ലെ, വെക്കാൻ ഇപ്പൊ വെള്ളിയാഴ്ച ചന്തയൊക്കെ ഉണ്ടാവില്ലേ നാട്ടില്, അപ്പൊ അതിൽ ആ കാലികൾ ഒരു കൂട്ടത്തോടെ റോട്ടിലൂടെ കൊണ്ടുവന്നൊക്കെ കാണായിരുന്നു. അപ്പൊ അത് അവര് എങ്ങോട്ടാ പോകുന്നത്? അവര് വിചാരിക്കും ഞാൻ എങ്ങോട്ടാ പോകുന്നത്, നടക്കാൻ പറഞ്ഞാൽ നടക്കുന്നു, അത്രേ അവര് ചെയ്യുന്നുള്ളൂ. എപ്പോഴാണോ ഇടയൻ പറയുന്നത് നടക്കാൻ, അപ്പൊ നടക്കുന്നു. ഇങ്ങോട്ട് നീങ്ങും, അങ്ങോട്ട് അടി കിട്ടുമ്പോ അങ്ങോട്ട് പോകുന്നു, ഇത്രേ അവർക്ക് ചിന്ത ഉള്ളൂ. താൻ എങ്ങോട്ടാ പോകുന്നേ, ഇത് പറവുശാലയിലേക്കാണോ എന്ന് പോലും അറിയാത്ത വിഡ്ഢികളാണ് അല്ലെ, ബധിരരും മൂകരുമായ അതാണ് ഈ കാലികൾ എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇത്തരത്തിലും സ്വന്തം മാതാപൂർവ്വപിതാക്കളെ അന്ധമായി ആചരിക്കുന്നവർ ചെയ്യുന്നത്. നമ്മളെ ഈ ആചാരങ്ങൾ എന്നെ കൊണ്ടുപോകുന്ന നരകത്തിലേക്കാണോ എന്ന് പോലും അറിയാത്ത വിഡ്ഢികളാണെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ആദർശ വിശ്വാസങ്ങളില് തഖ്ലീദ് നിഷിദ്ധമാണെന്ന് പറയുന്നു. അതായത് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്, തഖ്ലീദ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ക്ലാസ്സുകളിലൊക്കെ തഖ്ലീദ് എന്ന് കേൾക്കുന്നുണ്ടാവും. തഖ്ലീദ് എന്ന് പറയുന്നതിന് അനുകരണം എന്നുള്ളതിനാണ് പറയട്ടോ, അനുകരിക്കുക. അപ്പൊ ഈ തഖ്ലീദുൽ അഅമ എന്ന് പറയുന്ന അന്ധമായ അനുകരണത്തിനാണ് പറയാ, അന്ധമായിട്ട് അനുകരിക്കുന്നതിന്. അപ്പൊ ഈ തഖ്ലീദ് എന്നുള്ളത് നിലപാട് ആദർശ വിശ്വാസങ്ങളിൽ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാരൊക്കെ ഏറെക്കുറെ ഏക അഭിപ്രായമുള്ള ഒരു വിഷയമാണ് തഖ്ലീദ് ആദർശ വിശ്വാസങ്ങളിൽ പാടില്ല എന്നുള്ളത്. അതായത് നമ്മുടെ ആദർശം ഒരാൾ അന്ധമായിട്ട് അനുസരിക്കേണ്ടടുത്തല്ല, അത് അള്ളയും റസൂലും പറഞ്ഞ കാര്യങ്ങളൊക്കെ. നേരെ മറിച്ച് ഒരു വ്യക്തിയെ, ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരു മനുഷ്യനെ അന്ധമായിട്ട് തഖ്ലീദ്, അത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ പറ്റില്ല. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പൂർവ്വപിതാക്കളെ അന്ധമായി പിന്തുടരുന്നുവെന്ന് ശഠിച്ചവരെ ഖുർആൻ കാലികളെ പോലെ അന്ധരും ബധിരും മൂകരുമായെന്ന് മനസ്സിലാകാതെ എന്ന് ആക്ഷേപിച്ചിരിക്കുന്നു. എന്താണ് അതിനുള്ള പ്രമാണം? തൗഹീദിന്റെ ആശയങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ ഓരോ മനുഷ്യനും ബാധ്യസ്ഥനാണ്. തഖ്ലീദ് നിർബന്ധമാണെന്ന് ദീനി തത്വങ്ങൾ വിധികളും ചില ചില ആളുകള് ഇതിനെ ഹറാമാണെന്ന് വളരെ കുറച്ച് പിന്നെ ഇതിൽ എന്നാൽ വിവരമില്ലാത്തവർക്ക് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത്? തഖ്ലീദ് എങ്ങനെയാന്ന് വെച്ചാൽ ചില വ്യക്തികൾക്ക് തീരെ ഇപ്പൊ ഇപ്പൊ ഉമ്മമാരോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ചിലപ്പോ അറബിയൊന്നും അറിയാത്ത, തീരെ അറിയാത്ത, വായിക്കാൻ എഴുതാൻ അറിയാത്ത ആളുകൾ ഉണ്ടാവും. ചില ആളുകൾ ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ല, പക്ഷെ മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? തീരെ വിവരമില്ലാത്ത അത് ഉള്ളവരും ആ വിവരമുള്ള ആളുകളെ അല്ലെങ്കിൽ വിശ്വസ്തരായ ആളുകളെ തഖ്ലീദ് ചെയ്യാം. അതൊരു ഓപ്ഷനാണ്. അതായത് മനസ്സിലായില്ലേ? തഖ്ലീദ് വിശ്വാസങ്ങളിൽ പാടില്ല എന്നുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ്. പക്ഷെ തീരെ വിജ്ഞാനവും വിവരവും കഴിവൊന്നും ഇല്ലാത്ത ആളുകൾക്ക് മറ്റുള്ള വിശ്വസ്തരായ പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്യാം. അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് വിധികളും നിയമങ്ങളും സ്വയം വിശകലനം ചെയ്ത് മനസ്സിലാക്കാനാവാത്ത സാധാരണക്കാർ അത്തരം കാര്യങ്ങളിൽ തങ്ങൾക്ക് വിശ്വാസമുള്ള പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്യാൻ നിർബന്ധിതമാകുന്നു. അതായത് അവരുടെ സിറ്റുവേഷൻ കൊണ്ട് അവർ കമ്പൽ ചെയ്യപ്പെട്ടതാണ്, നിർബന്ധിത അവസ്ഥയാണ് അവർക്ക്, അവരെ പിന്തുടരേണ്ടത്. അതായത് ഏതുപോലെ വെച്ചാൽ നമുക്കിപ്പോ മെഡിക്കൽ ഫീൽഡ് അറിയാത്ത ഒരാൾക്ക്, രോഗികൾക്ക് എന്താക്കാം, ഡോക്ടർമാരോട് ചോദിച്ചിട്ട് അതിന്റെ ഇത് തേടുന്നത് പോലെ നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുന്നെന്ന് അള്ളാഹു കൽപ്പിച്ച് ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷെ അറിയേണ്ടതും അറിയാൻ സാധിക്കുന്നതുമായ കാര്യങ്ങൾ അറിയാതിരിക്കുന്നത് കുറ്റകരമാണ്. മനസ്സിലായില്ലേ? നമ്മൾ ചില കാര്യങ്ങൾ അറിയാൻ നമ്മൾക്ക് സാധിക്കും, പക്ഷെ നമ്മൾ അറിയാതിരിക്കുക, അതെനിക്ക് അറിയണ്ട, അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ. നിങ്ങൾ മനസ്സിലായില്ലേ? ഇപ്പോ ഒക്കെ ഞാനിപ്പോ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കൂട്ടം ചില ആളുകളുണ്ട്, അവര് നിങ്ങൾ പറയുന്നത് എന്താന്ന് ഞാൻ കേൾക്കാൻ തന്നെ അവർക്ക് പേടിയാണ്. അവര് എന്തെങ്കിലും മാറിപ്പോവോ അവരുടെ വിശ്വാസത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവിശ്വാസത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആചാരത്തിൽ നിന്ന് മാറിപ്പോവോ എന്ന് പേടിച്ചിട്ട് നമ്മൾ പറയുന്നത് കേൾക്കാനേ അവര് വരില്ല. അത്രക്കും അവർക്ക് പേടിയാണ്. അപ്പൊ ഇത് പറയുന്നത് എന്താ വെച്ചാൽ അറിയേണ്ടതും അറിയാൻ സാധിക്കേണ്ടതുമായ കാര്യങ്ങൾ അറിയാതിരിക്കുന്നത് കുറ്റകരമാണ്. മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവൻ അറിയേണ്ടതാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അറിയാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ അത് സാധിച്ചവരെ അവലംബിക്കണം. അറിയാൻ സാധിക്കുന്നവർ ആ സാധ്യത ഉപയോഗപ്പെടുത്താതെ, അല്ലെങ്കിൽ അറിഞ്ഞവർ തങ്ങളുടെ അറിവിനെ അവഗണിച്ചുകൊണ്ട് അന്യരെ
കണ്ണടച്ചനുകരിക്കുന്നതിന് ന്യായീകരണമില്ല. എല്ലാവരും അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ടതും എല്ലാവർക്കും അനായാസം അറിയാൻ കഴിയുന്നതുമായ കാര്യങ്ങളിൽ പെട്ടതാണ് തന്നെ ആര് സൃഷ്ടിച്ചു, എന്തിന് സൃഷ്ടിച്ചു, താൻ എവിടെ നിന്ന് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ളത്. ചുറ്റുമുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ അല്ലെങ്കിൽ തന്നെ തന്നെ സാമാന്യ ബുദ്ധി കൊണ്ട് നിരീക്ഷിച്ചാൽ ഇതേക്കുറിച്ച് അറിയാവുന്നതേ ഉള്ളൂ. ആ നിരീക്ഷണം തന്നെ മനുഷ്യനെ പ്രവാചകന്മാരുടെയും വേദങ്ങളുടെയും ആവശ്യകതയിലേക്കും ആധികാരികതയിലേക്കും നയിക്കും. പ്രപഞ്ച നിരീക്ഷണങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും പ്രവാചകന്മാരുടെയും വേദങ്ങളുടെയും അധ്യാപനങ്ങളുടെയും ലഭിക്കുന്ന അസന്നിഗ്ധമായ അറിവാണ് അഖീദ. അഖീദ എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ? അഖീദ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഏതൊരു വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും അടിസ്ഥാനത്തിലാണോ കെട്ടിപ്പടുക്കുന്നത്, ആ ഒരു വിശ്വാസമാണ് അഖീദ എന്ന് പറയുന്നത്. ഈ അഖീദയുടെ കാര്യത്തിൽ ഏതെങ്കിലും പുരോഹിതന്മാരെയോ നേതാക്കളെയോ കണ്ണടച്ചനുകരിക്കുന്നത് അസ്വീകാര്യമാകും, സ്വീകരിക്കാൻ കഴിയില്ല. അഖീദയുടെ വിഷയത്തില് ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് കണ്ണടച്ച് സ്വീകരിക്കാൻ പറ്റില്ല. അനുകരിക്കപ്പെടുന്ന എത്ര ഉന്നതനായാലും അത് അള്ളാഹുവോ പ്രവാചകനോ വേദമോ അല്ലെങ്കിൽ പിന്നെ തെറ്റാവാനും ശരിയാവാനും ഇടയുള്ള സൃഷ്ടികളാകുന്നു. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഇപ്പൊ ഒരു ഖുറാനിൽ പറഞ്ഞൊരു കാര്യം നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം, പ്രവാചകന്റെ മൊഴികളാണെങ്കിൽ കണ്ണടച്ച് വിശ്വസിക്കാം അല്ലെ? ഒരു ബുക്കാണെങ്കിൽ ഖുറാന് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അത് ഓക്കെ ആക്കാം. പക്ഷെ ഒരു വ്യക്തിയുടെ വിഷയത്തിൽ വരുമ്പോ അത്തരത്തിലുള്ള അന്ധമായുള്ള അനുകരണം പാടില്ല. കാരണം ഒരു വ്യക്തി എന്ന മനുഷ്യനാണ്, അയാൾക്ക് തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്, തെറ്റാനും ശരിയാവാനും ഇടയുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ രണ്ട് ചാൻസും അവിടെ ഉണ്ട്. അത്തരക്കാരിൽ നിന്ന് ലഭിക്കുന്നത് എന്തും സത്യമാവാനും മിഥ്യയാവാനും ഒരുപോലെ സാധ്യതയുള്ളതാണ്. അഖീദയാവട്ടെ ജീവിതാദർശവും പ്രപഞ്ചത്തിന്റെ സത്യസാരവുമാകുന്നു. മറ്റുള്ളവരുടെ വാക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ അല്ല ഒരാളുടെ അഖീദ ഉരുവം കൊള്ളേണ്ടത്. പ്രത്യുത പ്രമാണങ്ങളിൽ നിന്നും സ്വന്തം ചിന്തയിൽ നിന്നും ജീവിതാനുഭവങ്ങളിൽ നിന്നുമാണ്. സ്വന്തം ബുദ്ധിയും ജീവിതാനുഭവങ്ങളും സാക്ഷ്യപ്പെടുത്താത്തിടത്തോളം കാലം ഒരാൾ ഒരു കാര്യം എത്ര ഉറച്ചു വിശ്വസിച്ചാലും അത് അയാളുടെ അഖീദയാകുന്നില്ല. അതായത് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഖീദ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഒരു വ്യക്തി നമ്മളോട് ചെറിയ കാര്യം പറയാണ്, ഒരു മനുഷ്യൻ, അത് സ്വന്തം ബുദ്ധിയിൽ ചിന്തിക്കണം. അതൊരു വ്യക്തിയാണ് പറഞ്ഞതെങ്കിൽ ആ വ്യക്തി നമ്മൾ ചിന്തിച്ചുകൊണ്ട് സ്വന്തം ജീവിതാനുഭവങ്ങളൊക്കെ വെച്ചൊന്ന് കമ്പയർ ചെയ്തുകൊണ്ട് നോക്കണം, ഇതിൽ തെറ്റാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള തരത്തിലായിരിക്കണം അതിനെടുക്കേണ്ടത്. വ്യക്തിയിൽ നിന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹും റസൂലും വേദങ്ങളും പറഞ്ഞത് അത് അന്ധമായി ഓക്കെ നമുക്ക് പിന്തുടരാം. പക്ഷെ ഇതിലാണ് അപ്പൊ ആ വ്യക്തിയുടെ വാക്കും നമ്മുടെ ജീവിതവും നമ്മുടെ ബുദ്ധിയും ഒക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ അങ്ങനത്തെ തരത്തിലൊരു ചിന്തയാണ് അള്ളാഹ് മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. കാരണം രാഗദോഷാദികൾ പോലെ അകാരണമായും അയുക്തികമായും മനുഷ്യ മനസ്സിലുളവാകുന്ന ഭ്രമമല്ല അഖീദ, അത് ബുദ്ധിയിൽ നിന്ന്. അപ്പൊ അങ്ങനെ ഉണ്ടായ അഖീദയെ വിശ്വാസമാണ് എന്ത് ശരിക്കുള്ള അഖീദയാവുള്ളൂ. അല്ലാതെ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിത് ചെയ്യുന്നു, അതല്ല അഖീദ എന്ന് പറയുന്നത്. സ്വന്തം മനസ്സിൽ ഉറച്ചു വിശ്വസിക്കവും എന്റെ ജീവിതം കൊണ്ട് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റുകയും വേണം. അത് ബുദ്ധിയിൽ നിന്നും വിജ്ഞാനത്തിൽ നിന്നും തെറ്റാവുക അസംഭവ്യമായ പ്രമാണങ്ങളിൽ നിന്നും വിളയുന്നത്. അത് ബുദ്ധിയിൽ നിന്നും വിജ്ഞാനത്തിൽ നിന്നും തെറ്റാവുക അസംഭവ്യമായ പ്രമാണത്തിൽ നിന്നും വിളയുന്നതാണ്. അതായത് തെറ്റാവുക അസംഭവ്യമായ പ്രമാണം വിശുദ്ധ ഖുർആനും മുത്തവാത്തിർ. അതായത് ഇതിൽ പറയുന്നത് നമ്മുടെ ബുദ്ധിയിൽ കൊണ്ടും നമ്മുടെ ഇതുകൊണ്ടും നമുക്ക് ചിന്തിച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവോ അതല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഏതോ ഒരു വ്യക്തിയിൽ നിന്നോ മറ്റോ ഉണ്ടായ വിദഗ്ധോ മറ്റോ ആവാം. അപ്പൊ ആ തരത്തിൽ നമ്മൾ അതിനെ ചിന്ത ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മുടെ സ്വന്തം അഖീദയില് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ ആദർശം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്നാണ് ഇതിന്റെ ആകത്തുക. അപ്പൊ ഇതാണ് ഈ ഒരു 2 ആയത്തിൽ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ സത്യപ്രബോധനമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അഖീദ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ. നമ്മുടെ അഖീദയാണ് നമ്മളെ നയിക്കുന്നത്. അഖീദയാണ് ശരിക്കും. അഖീദ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനുള്ളിൽ ഉറച്ച ആ ഒരു വിശ്വാസം. ആ വിശ്വാസത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പൊ ആ അഖീദ ശരിയല്ലെങ്കിൽ, കറക്റ്റ് അല്ലെങ്കിൽ, ശരിയായ നിലയിലല്ല നമ്മളുടെ ഒരു അഖീദ കെട്ടിപ്പടുക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ അത് നമ്മളെ തെറ്റായ ദിശയിലേക്ക് നയിക്കുകയും അവസാനം അതിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതും അത് നരകത്തിലേക്ക് എത്തുന്ന അവസ്ഥ വരും. അപ്പൊ അഖീദ ശരിയാക്കുക എന്നുള്ളത് ഒരു ബേസിക്, ഒരു മുസ്ലിമിന്റെ ഏറ്റവും ബേസിക് ആയ ഒരു കാര്യമാണ്. ഏറ്റവും ബേസിക് ആയിട്ട് അഖീദ ശരിയാണോ എന്നുള്ള നോക്കല്. അപ്പൊ അഖീദക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും തെറ്റ് ശരി. അപ്പൊ ഇത്തരത്തിൽ ഞാൻ പറയുന്ന പ്രത്യേകം പറയാൻ കാരണം വെച്ചാൽ നമ്മളിപ്പോ ഈ ക്ലാസ്സുകളിൽ തന്നെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകൾ ഉണ്ടാവും. പല ബാക്ക്ഗ്രൗണ്ട്, കുടുംബ സാഹചര്യം, നമ്മൾ പണ്ടേ ആചരിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പണ്ടേ ആചരിച്ചു പോകുന്ന, എന്റെ വീട്ടിൽ അങ്ങനെയാണെന്ന് അങ്ങ് പറയും. എന്റെ വീട്ടിൽ അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഒരിക്കലും
ജീവിത പ്രമാണം നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഒരു ആദർശത്തിന്റെ ഉത്തരമല്ല. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ അതതിന്റെ ഉത്തരമല്ല. ഞാൻ പണ്ടേ എന്റെ കൂട്ടുകാര് പണ്ടേ ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു, ഞാൻ അതിന്റെ ഭാഗമാവുന്നു എന്നല്ല. അവർ ചെയ്യുന്നതിൽ എന്തോ തെറ്റോ ശരിയോ അതിൽ ഖുറാനിലുണ്ടോ റസൂൽ പറഞ്ഞിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ശരി ഞാനും ചെയ്യുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ നിലപാട്. അത് ഒരുപക്ഷെ നമ്മൾ ചിലപ്പോ നമ്മുടെ കുടുംബത്തിൽ ഒറ്റപ്പെട്ടേക്കാം. ഇനിയിപ്പോ അത്രക്കും നമുക്കല്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും അതിനെ നമുക്ക് കൈകൊണ്ട് തടയാൻ പറ്റില്ല, നാവ് കൊണ്ട് പറ്റില്ല, അതും ഇല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുത്തുകൊണ്ട് നമ്മളാണ് അത് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ആദർശം, നമ്മുടെ ഇതെന്ന് പറയുന്നത്. ആ ആദർശത്തിലൂടെ പോയാൽ മാത്രമാണ് സ്വർഗപ്രവേശനം സാധ്യമാകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും വഴിതെറ്റിക്കപ്പെട്ട ആളുകളിൽ പെട്ടുപോകും. ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നൊരവസ്ഥ വരും. അപ്പൊ ഇതൊക്കെ ഖുർആൻ പഠിക്കുകയും അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുകയും അതിങ്ങനെ എന്താ പറയാ അതിലിങ്ങനെ തദബ്ബുർ ചെയ്യുകയും ചെയ്യുന്നവരാണ് ശരിയായ വിശ്വാസികൾ. എന്നാൽ മാത്രമേ ജീവിതത്തിൽ ശരിയായ രീതിയിൽ കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ. അള്ളാഹു നമ്മൾ അത്തരത്തിലുള്ള നല്ല വിശ്വാസികൾ പെടുത്തുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആമീൻ ബിറഹ്മതിക.